ഹലോ ഡിയേഴ്സ്, കണ്ടാൽ പാവമാണെന്ന് തോന്നുമെങ്കിലും പോഷകഗുണങ്ങളാൽ സമൃദ്ധമായ വെണ്ടക്ക കൊണ്ടൊരു സൈഡ് ഡിഷാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ നല്ല ഒരു സൈഡ് ഡിഷാണിത്. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇത് മാത്രം ഒരു മീലായിട്ടും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് 2 മിനിറ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്യാം. ഹൈ ഹീറ്റിലാണ് നമ്മളിത് ബ്ലാൻഡ് ചെയ്ത് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം വെണ്ടക്കയാണ് ക്ലീൻ ചെയ്ത് എടുത്തത്. ഇതിലേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ വെള്ളം കളഞ്ഞെടുക്കണം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. തീരെ പൊടിയായി പോകരുത്. 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഞെട്ട് ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു വെണ്ടയ്ക്ക 3 ആക്കിയോ അല്ലെങ്കിൽ 4 ആക്കിയോ കട്ട് ചെയ്യാം. ഞാനിവിടെ മുറിച്ചിരിക്കുന്നത് ഏകദേശം 1.25 അല്ലെങ്കിൽ 1.5 ഇഞ്ച് നീളത്തിലുണ്ടാവും. ഒരു വെണ്ടയ്ക്ക 3 ആക്കിയോ അല്ലെങ്കിൽ 4 ആക്കിയോ നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള വെണ്ടയ്ക്കയും നമുക്ക് മുറിച്ചെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസും ഉറപ്പുവരുത്തുക. അപ്പോൾ വെണ്ടയ്ക്ക എല്ലാം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കാം. 1.5 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുത്ത് ചൂടാക്കാം. വെളുത്തുള്ളി ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ ചെറുള്ളി 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഉള്ളിയുടെ നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ക്യാരറ്റിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ക്യാരറ്റൊക്കെ ഒരുവിധം വാടി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക ഉപ്പ് ചേർത്ത് പ്ലാൻ ചെയ്തെടുത്തതായതുകൊണ്ട് അതിന് ഉപ്പ് പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. 5 മിനിറ്റ് ഇളക്കി കൊടുത്ത് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കുക. വെണ്ടക്കയും ക്യാരറ്റും നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാരണം അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്കയും ക്യാരറ്റും ചേർത്തുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള സൈഡ് ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.